അതെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ ദിവസമേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വിധിയുടെ ക്രൂരമായ പരീക്ഷണങ്ങളെ വളരെ നിശബ്ദമായി നേരിട്ട ഒരു മനുഷ്യനെ കുറിച്ചാണ്. ആരാണ് അതെന്ന് ചോദിച്ചാൽ, മാട്രിക്സും ജോൺ വിക്കും പോലുള്ള ഹോളിവുഡ് സിനിമകളിലൂടെ ലോകം മുഴുവൻ ആവേശത്തോടെ നോക്കുന്ന കീനു റീവ്സ്. ഹെവി ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് വെള്ളത്തിരക്ക് തീപിടിപ്പിക്കുന്ന സൂപ്പർ താരം. അദ്ദേഹത്തിന്റെ ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ എത്ര വലിയ കരച്ചിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്നറിയാമോ? 1999 കീനു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാമുകി ജെന്നിഫർ ഗർഭിണിയാണ്. ഒരു മകളെ പ്രതീക്ഷിച്ചിരുന്ന കീനു അവൾക്ക് എവ എന്ന് പേര് നൽകി. കുഞ്ഞിനെ വരവേൽക്കാൻ വീടൊരുങ്ങി കാത്തിരിക്കുന്ന ആ ക്രിസ്മസ് തലേന്ന് വിധി ക്രൂരമായി ഇടപെട്ടു. 8 മാസം പ്രായമായ ആ കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ വച്ച് തന്നെ മരിച്ചു. സ്വന്തം കുഞ്ഞിൻ്റെ ശവപ്പെട്ടി ചുമലിലേറ്റ് നടന്നു നീങ്ങുന്ന കീനുവിൻ്റെ ചിത്രം ഇന്നും ലോകത്തിൻ്റെ തീരാ നൊമ്പരമാണ്. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു വാഹനാപകടത്തിൽ തൻ്റെ പ്രിയതമയും അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വേദനകൾ അദ്ദേഹത്തിന് ആദ്യമായിരുന്നില്ല. അച്ഛൻ ഉപേക്ഷിച്ചു പോയ ബാല്യം, ഉറ്റ സുഹൃത്തായ റിവർ ഫീനിക്സിൻ്റെ ആകസ്മിക മരണം, സഹോദരിയുടെ രോഗം, ഇതെല്ലാം കഴിഞ്ഞ് ജീവിതത്തിൻ്റെ സന്തോഷ നാളുകളിലേക്ക് എത്തിയപ്പോൾ അടുത്ത സങ്കടക്കടൽ. ഒരൊറ്റ വർഷത്തിൽ തൻ്റെ കുഞ്ഞിനെയും തൻ്റെ പ്രാണനെയും നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. തകർന്ന് തരിപ്പണമായി പോകാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? പക്ഷേ കീനു ലോകത്തെ അത്ഭുതപ്പെടുത്തിയത് തൻ്റെ വേദനയെ മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നതിനായുള്ള മരുന്നാക്കി മാറ്റിയാണ്. കോടിക്കണക്കിന് രൂപ അദ്ദേഹം ക്യാൻസർ ബാധിതർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി നൽകി. ശതകോടീശ്വരനാണെങ്കിലും ഇന്നും അദ്ദേഹം മെട്രോ ട്രെയിനിൽ തനിയെ യാത്ര ചെയ്യുന്നയാളാണ്. സാധാരണക്കാർക്കിടയിൽ ഇടപഴകുന്നയാളാണ്. സിനിമയിലെ സ്റ്റൺമാൻമാർക്കും അണിയറ പ്രവർത്തകർക്കും തൻ്റെ പ്രതിഫലത്തിൻ്റെ വലിയൊരു ഭാഗം വീതിച്ചു നൽകിയ ചരിത്രവുമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പ്രിയപ്പെട്ട പലതും നഷ്ടപ്പെടാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്, എന്തുകൊണ്ടാണ് വിധി എന്നെ മാത്രം ഇങ്ങനെ വേട്ടയാടുന്നത് എന്ന്. ഇനി എനിക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് നമ്മൾ സ്വയം കരുതുമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കീനു റീവ്സിനെ ഓർക്കാം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ജീവിതം എത്ര കഠിനമാണെങ്കിലും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന്. ഇന്ന് നിങ്ങൾ ഒരു പരാജയത്തിലോ സങ്കടത്തിലോ ആണെങ്കിൽ ഓർക്കണം, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമേ അല്ല. ഓരോ തകർച്ചയിൽ നിന്നും കൂടുതൽ കരുത്തോടെ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയും. മനോഹരമായൊരു തുടക്കമാണിതെന്ന് കരുതി മുന്നേറാനും കഴിയും. ചുറ്റുമുള്ള ലോകത്തോട് ദയ കാണിക്കാം, സ്വന്തം സ്വപ്നങ്ങളെ മുറുകെ പിടിക്കാം.